ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സബ്ജക്റ്റിലേക്ക് വന്ന് IoT. ഇനിയിപ്പോൾ എന്താണ് എന്താണ് ഈ വർഷത്തെ അല്ല 4 വർഷത്തെ ലാസ്റ്റ് പഠിത്തമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ BTech കംപ്ലീറ്റ്ലി കഴിയും. 4 വർഷം മീൻസ് ഫുൾ കമ്പൈൻഡ് സ്റ്റഡിയിലാണ് പഠിച്ചത്. അതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നില്ലേ, തോന്നില്ലേ? വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കാണും, അവിടെ മൊത്തം കൊള്ളായിട്ടേക്കാണ്. 4 വർഷം പഠിക്കാൻ എന്നെ കുറേ സഹായിച്ച ഒരാളുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണ് ലാസ്റ്റ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട്. മുഖം കാണിക്കാൻ ചമ്മല് ചുമ്മാ നേരിട്ട് ഇതൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് സബ്ജക്റ്റ് പഠിക്കുന്നതിന് വേണ്ടി എനിക്ക് എന്താ പറയുക, ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കണമല്ലോ. ഇങ്ങനെ പഠിച്ചാണെന്ന് ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതെടുത്ത് നോക്കിയിട്ട് അന്നേരം നമ്മളിങ്ങനെ പഠിച്ചതെന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്താ പഠിച്ചതെന്ന് കാണിച്ചു കൊടുക്കുന്നില്ല കാര്യം. പിന്നെന്താ, കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി കോളേജാണ്. വേറെന്താ, മിസ്സുമാരൊക്കെ അടിപൊളിയായിരുന്നു. ആരുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി, ഒരാളൊഴികെ. അത് എന്താ, പ്രതീക്ഷിക്കാതെ ഉണ്ടായ പ്രശ്നങ്ങളാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കോളേജിൻ്റെ ID കാർഡ് അങ്ങനെ തന്നെ കാണുന്നുണ്ടോ? അപ്പം ഇനി ഞാൻ പഠിക്കുന്ന കുറച്ച് ഷോർട്സ് എടുത്ത് വെച്ചേക്കാം. ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് പിന്നെ നമുക്ക് ഇത്ര കൂടെയായിരുന്നെന്ന് ആലോചിക്കാൻ പോകും. റാസ്ബെറി പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോ കോസ്റ്റ് മിനി കമ്പ്യൂട്ടറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സൈസേ അത് കാണത്തുള്ളൂ, അത്രയ്ക്ക് കുഞ്ഞാണ് അതിൻ്റെ സൈസ്. പിന്നെന്താ പറയുന്നത്, അവിടെ ലിനക്സ് ആയതുകൊണ്ട് അതവിടെ ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിനക്സിന് തന്നെ പല ടൈപ്സും വേരിയസ് ഫോംസും അവിടെ കാണും. പിന്നെ അത് ലിനക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഡെസ്ക്ടോപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതേ കൂട്ട് തന്നെ ഇത് വർക്ക് ചെയ്യും. ഇത് റാസ്ബെറി പൈ. പിന്നെന്താ, അവിടെ ലിനക്സ് OS സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൈത്തൺ സപ്പോർട്ട് ചെയ്യണം. ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പൈത്തൺ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പൈത്തൺ ഔട്ട് ഓഫ് ദി ബോക്സും അവിടെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഒരു പടം പഠിക്കണം. പടമാണ് താണ്ടിതാ കാണുന്നുണ്ടോ? ഇതാണ് പടം. ഈ പടം നമുക്ക് പഠിക്കണം. പടം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത പടം പഠിക്കാം. മുകളിലോട്ട് ബാ. ഫോക്കസ് മാറിയോണ്ടാണ് ഗൈസ്. ലാസ്റ്റ് പരീക്ഷയായോണ്ട് സാമാനം പഠിച്ചിട്ട് തീരുന്നില്ല. ഇപ്പോഴും ഒന്നാമത്തെ 2 മൊഡ്യൂളാണ് എന്തെങ്കിലും ഒന്ന് പഠിച്ചത്. നല്ല വൃത്തികെട്ട സബ്ജക്റ്റ് IoT. ഒരു കാലത്തും എടുക്കരുത് സത്യം. രാവിലെ തൊട്ട് ഒന്നാമത്തെ മൊഡ്യൂൾ കൊണ്ടിരിക്കും. 5 മണിക്ക് തീർക്കാമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. 7:25 11 മണിക്ക് തുടങ്ങിയതാണ്. 7:26 പോലും ഇത് തീരുന്നില്ല. ഇനി എന്താ 2 പേജ് ബാക്കി കിടപ്പുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ ഇപ്പോൾ സമയം 1:15 വെളുപ്പിനെ. ഏപ്രിൽ 30 ലാസ്റ്റ് എക്സാമിൻ്റെ വെളുപ്പിന്. എന്താണ്ടൊക്കെ പഠിച്ച് എന്താണ്ടൊക്കെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ രാവിലെ 3 മണിക്ക് എണീറ്റ് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ലാസ്റ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്താവുമെന്നൊരു പിടുത്തമില്ല, പക്ഷെ നമ്മൾ എഴുതി പൊളിക്കും. അങ്ങനെ പഠിക്കുന്നു, വണ്ടി ഓടിക്കുന്നു, അങ്ങനെ എല്ലാ സാമാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവുന്നൊരു പിടുത്തമുള്ള പഠിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം പഠിച്ച് തല കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓൺ ദ വേ ആണ്. റിട്ടൈൻമെന്റ് മെസ്സേജ് പിന്നെ ലാസ്റ്റ് പഠിത്തം ഒരു മര്യാദയില്ലാത്ത പഠിത്തം. അങ്ങനെ നമ്മുടെ ക്ലാസ്സിന്റെ ഫൈനൽ എക്സാം കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? പരീക്ഷ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് എന്താ പറയാനുള്ളത്? വളരെ പരീക്ഷ കഴിഞ്ഞു. പ്രൊജക്ട് ഉണ്ട്, ക്യാമറ വരാത്തവൻ.
രാജീവിൻ്റെ വണ്ടി, സാരംഗിൻ്റെ വണ്ടി, മൈ വണ്ടി. ഇനി നമുക്ക് കോളേജിൻ്റെ കുറച്ച് ഷോർട്സ് ഒക്കെ കാണാം. ആരോ തലോടിടുന്നു കവിൾത്തടം താനേ വിടർന്നിടുന്നു കിനാവുകൾ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അമ്മയ്ക്ക് ഇത് അയച്ചു കൊടുക്കും. പറഞ്ഞു പോയതെന്തുമേ ദൂരങ്ങൾ മാഞ്ഞു പോകയോ ഞാനാ വേഗമേ വരും വാതിലിൽ ജീവനെ തൊടും ഓർമ്മകൾ. നമ്മുടെ മന്തി, ഫുഡ് കഴിച്ചിട്ടുള്ള മന്തി, എക്സാം കഴിഞ്ഞിട്ടുള്ള മന്തി. ഇത് നമ്മുടെ ശബരി വിഷം ഇരുന്ന് കുഴഞ്ഞ് നൽകിയതാണ് ഇപ്പോൾ തല ഇറങ്ങി വീഴും. ശബരി ഗ്യാസ് കയറി കൊണ്ട് ഇനി കഴിക്കത്തില്ലെന്നാ പറഞ്ഞത്. പിന്നെ മറ്റേ അതിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അതിന് മുന്നേ കളിയാക്കണം. എന്റെ സാഹചര്യം മനസ്സിലാക്കി എല്ലാവരും പിന്നെ മന്തി വരുന്നില്ലല്ലേ, മന്തി വന്നില്ലല്ലേ. സെക്ഷൻ കൊണ്ട് വന്ന് എന്താ ഒരു വിശ്വാസം. ഒരു കൊണ്ടാട്ടം കൊണ്ട് ഞാൻ കൊണ്ടാട്ടില്ല.